ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ തിരുവോണമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ജില്ലയും സംസ്ഥാനവും വിട്ട് ഒരു ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഇലയും നമുക്ക് അത്തയിടാനുള്ള പൂവും നമ്മുടെ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ അത്ത ഇടുന്നത് ചേട്ടനാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ 3 പേര് കുളിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് നമ്മുടെ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഒരുക്കാനും ചേട്ടനും മോനും അത്തപ്പൂക്കളം ഒരുക്കാനും ഇരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് നമ്മുടെ ലിഫ്റ്റിന് കറക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ അതിൻ്റെ നേരെയാണ് അത്ത ഇട്ടത്. അപ്പോൾ ഇത്തവണ മോൻ നല്ല ആകൃതിയായിട്ട് അത്ത ഇടാൻ ചേട്ടൻ്റെ കൂടെയുണ്ട്. അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ നമുക്ക് സദ്യയുടെ കൂടെയും സാമ്പാർ എടുക്കാമല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാനും ചേട്ടൻ്റെ വെജിറ്റബിൾസൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ അത്തപ്പൂക്കൾ ഏകദേശം ഇത്രയായി. അപ്പോൾ ഞാൻ സാമ്പാറിന് തോരൻ പരിപ്പും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വേവിച്ച് 3-4 വിസിലൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷമാണ് വെജിറ്റബിൾസ് ഇട്ട് 5-6 വിസിലൊന്നും കൂടെ കേൾപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവയും കൂടെ ചേർത്ത് ഞാനൊരു 5-6 വിസിലും കൂടെ കേൾപ്പിച്ചു. അപ്പോൾ ആ മസാല ഒന്ന് പിടിക്കുന്നതിനായിട്ട് ഞാനൊന്ന് കരണ്ടി വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ എത്രയൊക്കെ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചാലും നമ്മൾ ഓണത്തിന് ഒരു ഓട്ടപ്പച്ചിൽ തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ തവണയും ഓണത്തിന് ഇഡ്ഡലി സാമ്പാറും തന്നെയായിരിക്കും. എല്ലാവരുടെ വീട്ടിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എനിക്ക് പിന്നെ ഇവിടെയും ഇഡ്ഡലി സാമ്പാറായിക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു 10-15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അവിടെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ഇഡ്ഡലി സാമ്പാറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ അത്തം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അത്തം ഏകദേശം റൗണ്ടിന് ഇത്രയൊക്കെ ആയപ്പോൾ നമ്മുടെ 2 അടുപ്പിലും ഇഡ്ഡലിയും സാമ്പാറും കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സദ്യയുടെ അടുത്ത കറികൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ 4 ഘട്ടമായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആദ്യം തോരൻ പരിപ്പ് വേവിക്കും, പിന്നെ അത് കഴിഞ്ഞ് വെജിറ്റബിൾസ് വിസിൽ വേവിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി കുറച്ച് മുളകിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അത് നന്നായിട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ സാമ്പാറിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ടാണ് കടുക് വറുത്തിടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് കുറുകിയ സാമ്പാറാണ് ഇഷ്ടം. കടുക് വറുത്തൊഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കായവും പുളിവെള്ളവും കുറച്ച് സാമ്പാർ പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം അത്തപ്പൂക്കൾ ഇതുവരെയായി. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അത്ത ഇടാനുള്ള പൂ കിട്ടും. ഇപ്പം നമ്മളെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ ഒരു കുഞ്ഞ് അത്ത ഇട്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടാവാം. ഞാനാണ് അത്തമിട്ടെന്ന് എല്ലാവർക്കും തോന്നണമല്ലോ. അപ്പം നല്ല രീതിയിൽ കുറച്ച് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും റെഡിയായി. അപ്പം നമുക്ക് വിളമ്പിയാലോ. നല്ല കുറുകിയ സാമ്പാറും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിരുന്നു. നമ്മൾ 3 പേരും കഴിച്ചു. അതിനുശേഷമാണ് ബാക്കി നമ്മുടെ അവിയൽ, തോരൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അവിയലും തോരനും 2 അടുപ്പിലാക്കി വെച്ച് വേവിച്ചു. അരപ്പൊക്കെ ഇട്ട് തോരൻ റെഡിയാക്കി, അവിയലിന് അരപ്പിട്ട് അവിയലും റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് പരിപ്പായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാത്തിൻ്റെ അരപ്പരച്ച് വെച്ചു. കാരണം എപ്പോഴാണ് ഇവിടെ കറണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓണായതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കൃത്യസമയത്ത് സദ്യ കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ അരപ്പരയ്ക്കുന്ന കാര്യത്തിൽ പണിയാവും. ഞാൻ പരിപ്പ് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കാരണം വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ പച്ചടിയാണ്. വെള്ളരിക്ക പച്ചടി, സിമ്പിളായിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് പായസം ഉണ്ടാക്കിയത് ചേട്ടനാണ്. ചേട്ടൻ നല്ല രീതിയിൽ പായസം ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് പായസം അത്രയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം നമ്മൾ വാഴയില ഓൺലൈനിൽ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇവിടെ വാഴയില ഒരുപാട് നോക്കി എങ്ങും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ വാഴയില കാണുന്നത്. നമ്മുടെ കറക്റ്റ് അളവിന് വെട്ടി വെച്ച പോലെ ഇരുന്ന ഇല, നമ്മുടെ വീട്ടിൽ നിന്ന് മുറിക്കുന്ന ഇലയുടെ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഭംഗിയല്ലല്ലോ വലുത്, ഇലയിൽ കഴിക്കണം, അത്ര ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ എല്ലാം നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. വാഴയില, സദ്യ എല്ലാം. ഈ വാഴയില നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ വില നമുക്ക് മനസ്സിലായത്. എത്ര ഇല വേണമെങ്കിലും എവിടെ ചെന്നാലും വെറുതെ ഇങ്ങനെ പ്രാന്ത് പിടിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഇഞ്ചി, പച്ചടി, തോരൻ, അവിയൽ, ചോറ്, പരിപ്പ്, പപ്പടം, സാമ്പാർ, രസം, ഇത്രയും കറികളായിരുന്നു. ഒരു കുഞ്ഞു സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് പായസം. ഹലോ ഗായ്സ്, ഇതാ ഞാനാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് എൻ്റെ മോൻ എപ്പോഴും ഹലോ ഗേസ് പറച്ചിലാണ്. ഇവിടെ ആന്ധ്രയിൽ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇന്നാണ് ഇവിടുത്തെ ലാസ്റ്റ് ദിവസം. ഇന്ന് ഇവിടെ ഗണപതിയുടെ വിഗ്രഹമെല്ലാം കടലിൽ കൊണ്ടുവന്ന് ഒഴുക്കുന്ന ദിവസം.
മേടിച്ച് ഫ്ലാറ്റിലോട്ട് പോയി. അപ്പോൾ രാവിലെ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ പൂവെല്ലാം ഉണങ്ങി കരിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി എല്ലാം തറയൊക്കെ ക്ലീൻ ചെയ്തു.